കരീപ്ര പഞ്ചായത്തിലെ എല്ലാവരും തന്റെ അച്ഛന്മാരായതുകൊണ്ട് പഞ്ചായത്തിന്റെ പേര് വച്ചതുപോലെ അല്ല സുഹൃത്തെ എന്റെ പേര്. അങ്ങനെ തന്നെ അധിക്ഷേപിച്ച ഒരുത്തന് വയറ് നിറച്ച് മറുപടി കൊടുത്ത് കോൺഗ്രസിലെ തീപ്പൊരി നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ. അടൂരിലെ സ്ഥാനാർത്ഥിയുടെ പേരുമാറ്റത്തിൽ CPI ഇതാ പെരുവഴിയിലേക്കാണ്. കുടുംബ ബന്ധങ്ങൾക്ക് പോലും വിലകൽപ്പിക്കാതെ ഭർത്താവിന്റെ പേര് പോലും മാറ്റിവെച്ച് വോട്ട് ചൂണ്ടാൻ ഇറങ്ങുന്ന CPI സ്ഥാനാർത്ഥി മോഹിയെ കൊണ്ട് അടൂരുകാർ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ്. പേരിനെ ചൊല്ലി പരിഹസിച്ചയാളുടെ വായടപ്പിച്ചാണ് ശ്രീനാദേവിയുടെ ആ കൗണ്ടർ. അതാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. അടൂരിലെ CPI സ്ഥാനാർത്ഥി പ്രജി ശശിധരൻ ഏലിയാസ് പ്രജി കണ്ണന്റെ പേര് മാറ്റവുമായി ബന്ധപ്പെട്ട് ശ്രീനാദേവി ഇട്ട ഒരു പോസ്റ്റിന് താഴെ വന്ന കമന്റിനാണ് ചുട്ട മറുപടി കിട്ടിയത്. അച്ഛന്റെ പേരറിയാത്തത് കൊണ്ടാണോ നീ നിന്റെ പേരിന്റെ കൂടെ കുഞ്ഞമ്മ എന്ന അമ്മയുടെ പേര് ചേർത്തത് എന്നായിരുന്നു അഷംസ് കരീപ്ര എന്ന ഒരു വെക്കിളിയുടെ അധിക്ഷേപപരമായ കമന്റ്. കരീപ്ര പഞ്ചായത്തിലെ എല്ലാവരും തന്റെ അച്ഛന്മാരായതുകൊണ്ട് പഞ്ചായത്തിന്റെ പേര് വെച്ചതുപോലെ അല്ല സുഹൃത്തെ എന്റെ പേരെന്നായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കൗണ്ടർ മറുപടി. ഇതുപോലെ അധിക്ഷേപം കലർന്ന മറ്റൊരു കമന്റും അതിന് ശ്രീനാദേവി നൽകിയ മറുപടി കൂടി നിങ്ങളൊന്ന് കേൾക്കണം. കുഞ്ഞമ്മ, അകത്തമ്മ, കെട്ടിലമ്മ തുടങ്ങിയ സ്ഥാനപ്പേരുകൾ പണ്ട് രാജാവ് കൽപ്പിച്ച് നൽകിയാണെന്നും അതിന്റെ പിന്നാമ്പുറം പരിശോധിച്ചാൽ നാറ്റക്കേസാകുമെന്നാണ് ഒരു വിദ്വാൻ കമന്റ് ചെയ്തത്. അതിന് ശ്രീനാദേവി നൽകിയ മറുപടി അത് നിങ്ങളുടെ മാതാവിന്റെ ചരിത്രമായിരിക്കുമെന്ന് വ്യക്തമായ കമന്റും. CPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ട പ്രജി ശശിധരൻ പെട്ടെന്ന് പ്രജി കണ്ണനായി മാറിയതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങളിലേക്ക് മാറിയിരിക്കുന്നത്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് MG കണ്ണന്റെ ജനപ്രീതി മുതലെടുക്കാനുള്ള CPIയുടെ വൃത്തികെട്ട തന്ത്രമാണെന്ന് വളരെ വ്യക്തം. എന്തായാലും അച്ഛനെയോ ഭർത്താവിനെയോ ഭാര്യയുടെയോ ഒക്കെ സ്വന്തം പേരിന് വെട്ടി മറ്റു പേര് വെച്ച് സ്ഥാനാർത്ഥിയാകാൻ ഇറങ്ങുന്ന സ്വഭാവമൊന്നും കോൺഗ്രസിനുണ്ടാകില്ല. ആ ഗതികേട് ഒരു കോൺഗ്രസ്സുകാരനും ഒരു കാലത്തും ഉണ്ടാകില്ല. അന്തരിച്ച ജനപ്രിയ നേതാവ് MG കണ്ണന്റെ ഭാര്യയാണ് സ്ഥാനാർത്ഥി എന്ന് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നീക്കമെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അടക്കം പ്രധാന ആക്ഷേപം. ശ്രീനാദേവി കുഞ്ഞമ്മ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ച ചില ചോദ്യങ്ങൾ ഇതിനകം ചർച്ചാ വിഷയമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം Facebook ഐഡിയയിൽ പേര് മാറ്റി പ്രജി ശശിധരൻ പ്രജി കണ്ണനാക്കി. അത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ശ്രീനാദേവിയുടെ വിമർശനം. 2020-25 കാലയളവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോഴും 3 മാസം മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കരീപ്ര പഞ്ചായത്തിലെ വാർഡിൽ മത്സരിച്ച് തോറ്റപ്പോഴും പ്രജിയുടെ പേരിനൊപ്പം ശശിധരൻ എന്ന പേരാണ് ഉണ്ടായിരുന്നത്. അടൂരിന്റെ ജനനേതാവായ MG കണ്ണന്റെ യഥാർത്ഥ ഭാര്യ സജിത കണ്ണനാണ്. അദ്ദേഹത്തിന്റെ പേര് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനുള്ള CPIയുടെ ഹീനമായ നീക്കം തന്നെയാണിതെന്ന് ശ്രീനാദേവി കുറിക്കുകയും ചെയ്തു. MG കണ്ണന്റെ ഭാര്യ സജിത കണ്ണനാണെന്നും അവരുടെ അച്ഛന്റെ പേര് TK ശശിധരൻ എന്നാണെന്നും ശ്രീനാദേവി ചൂണ്ടിക്കാട്ടുന്നു. പേരിലെ ഈ സമാനതകൾ വോട്ട് മോഷണത്തിനായി CPI ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് കോൺഗ്രസിന്റെ കുറച്ച് നിലപാട്. തോക്കുമെന്ന് CPIക്ക് ഇപ്പോഴേ ഉറപ്പായി അടൂരിൽ. അപ്പോൾ പിന്നെ എന്ത് ഹീനമായ കളി കളിച്ചും ഒന്ന് ജയിച്ചു നോക്കാമെന്നാണ് ഇപ്പോഴത്തെ CPIയുടെ നിലപാട്. 2022 വിവാഹിതയായ പ്രജി 3 മാസം മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് മത്സരിച്ചപ്പോൾ പോലും പ്രജി ശശിധരൻ എന്ന് തന്നെയാണ് പേര് ചേർത്തത് വളരെ വ്യക്തമാണ്. പിന്നെ ഫേസ്ബുക്കിൽ പേര് മാറ്റിയതിനാണ്. അടൂരിന്റെ പ്രിയപ്പെട്ട കണ്ണന്റെ ഭാര്യ സജിത കണ്ണാണെന്നിരിക്കെ താൻ സമാനമായ ഒരു പേര് സ്വീകരിച്ച് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ ശ്രമം. സ്വന്തം വാർഡിൽ 3 മാസം മുമ്പ് പരാജയപ്പെട്ട ഒരാളെ കൊല്ലത്തു നിന്നും അടൂരിലേക്ക് കൊണ്ടുവന്നത് ഭർത്താവിന്റെ പേര് കണ്ണൻ എന്നത് മാത്രമാണോ യോഗ്യതയെന്ന് അടുത്ത ചോദ്യം. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ മണ്ഡലം ശ്രദ്ധിക്കാതെ UDF ഇത്തവണ വലിയ ഭൂരിപക്ഷം സമ്മാനിച്ച അതേ വ്യക്തിയെ എന്തിന് അടൂരിൽ CPI പരീക്ഷിക്കുന്നു എന്ന ചോദ്യവും ശ്രീനാദേവി ഉയർത്തുന്നു.